അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. ഇമാം ബുഖാരി റഹിമഹുല്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, തീർച്ചയായും ഞാൻ ഓരോ ദിവസവും 70-ലേറെ തവണ അല്ലാഹുവോട് പാപമോചനത്തിന് അർത്ഥിക്കുന്നു, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിരുന്ന ഇസ്തിഗ്ഫാറിനെയും തൗബയെയും കുറിച്ച് നേരത്തെ പരാമർശിച്ചിരുന്നു. 100 തവണയാണ് അള്ളാഹുവിന്റെ റസൂൽ ഇസ്തിഗ്ഫാറും തൗബയും നടത്തിയിരുന്നത് എന്നാണ് മുൻ ഹദീസിൽ പറഞ്ഞതെങ്കിൽ ഈ ഹദീസിൽ 70-ലേറെ തവണ, അപ്പോൾ എത്രയോ അധികം അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിരുന്നു, പാപമോചനത്തിന് അർത്ഥിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഹദീസാണ് ഇത്. പാപവിമുക്തനായ മഅസൂമായ തെറ്റുകൾ ചെയ്യാത്ത അള്ളാഹുവിന്റെ റസൂൽ ഇത്രയേറെ പാപമോചനം തേടിയിരുന്നുവെങ്കിൽ നമ്മൾ എത്രയേറെ തേടേണ്ടതുണ്ട് എന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. പാപമോചനത്തിന് അർത്ഥിക്കുമ്പോൾ അള്ളാഹു പാപങ്ങൾ പുറത്തു തരിക മാത്രമല്ല ചെയ്യുന്നത് എന്നും ഭൗതികമായ പല നേട്ടങ്ങൾ ലഭിക്കാനും പല ആഗ്രഹങ്ങൾ സഫലീകൃതമാകാനും പാപമോചനത്തേട്ടം ഉപകരിക്കുമെന്നും വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സൂറത്തു നൂഹിൽ അള്ളാഹു പറയുന്നു, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവോട് പാപമോചനത്തിന് അർത്ഥിക്കുക, നിശ്ചയം അവൻ ഏറെ പൊറുക്കുന്നവനാണ്. പാപമോചനത്തിന് തേടുമ്പോൾ അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നു, അവനേറെ പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞ ശേഷം ഖുർആനിൽ പാപമോചന തേട്ടം കൊണ്ടുണ്ടാകുന്ന മറ്റു ഗുണങ്ങളായി പറയുന്നത് യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, വെള്ളം കോരിച്ചെറിയുന്ന മഴമേഘങ്ങളെ നിങ്ങൾക്ക് അയച്ചു തരും എന്നാണ്. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് നൽകും, മുതലുകൾ നൽകും, മക്കളെ നൽകും. വയജ്അൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് മേത്തരം തോട്ടങ്ങൾ നൽകും. വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് നദികൾ നൽകും. പ്രകൃതിയുടെ സുഭിക്ഷമായ അവസ്ഥ, ധാരാളം നദികൾ ഒഴുകുന്ന വളരെ സുന്ദരമായ ഒരു ഭൂമിയെ ലഭിക്കും, ധാരാളം തോട്ടങ്ങൾ ലഭിക്കും, മക്കൾ ലഭിക്കും, സമ്പത്ത് ലഭിക്കും. ധാരാളം മഴ, ധാരാളം സമ്പത്ത്, ധാരാളം മക്കൾ, മേത്തരം തോട്ടങ്ങൾ, കനിഞ്ഞരുളിയ പ്രകൃതിയിലെ സുന്ദരമായ അരുവികൾ. ഈ 5 മാത്രമല്ല, സൂറത്ത് ഹൂദിൽ ഇസ്തിഗ്ഫാറിന്റെ നേട്ടമായി അള്ളാഹു മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും വലാ തതവല്ലൗ മുജ്രിമീൻ. എന്റെ ജനതയെ, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിക്കുക, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, എങ്കിൽ നിങ്ങൾക്ക് വെള്ളം കോരിച്ചൊരിയുന്ന മഴമേഘങ്ങളെ, സമൃദ്ധമായ മഴയെ അള്ളാഹു നൽകും. പുറമേ നിങ്ങളുടെ ശക്തിക്ക് മേൽക്കുമേൽ ശക്തി അവൻ നൽകും, ശക്തി വർദ്ധിപ്പിച്ചു തരുമെന്നാണ് 6ാമതായി ഇസ്തിഗ്ഫാറിന്റെ നേട്ടമായി വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് ശാരീരിക ശക്തിയാകാം, മറ്റെന്തു ശക്തിയുമാകാം, അത് അള്ളാഹു വർദ്ധിപ്പിച്ചു തരിക കൂടി ചെയ്യുന്നു ഇസ്തിഗ്ഫാറിലൂടെ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഴതേട്ട നമസ്കാരത്തിന് പോയിട്ട് അള്ളാഹുവോട് ധാരാളം പാപമോചനത്തിന് അർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ അള്ളാഹുവോട് ധാരാളമായി പാപമോചനത്തിന് അർത്ഥിച്ചിട്ടുണ്ട്, അവൻ എനിക്ക് മഴ നൽകുമെന്ന്. അങ്ങനെ ഭൗതികമായ കുറെ നേട്ടങ്ങൾ കൂടി ലഭിക്കാൻ ഇടയാക്കുന്ന ഒന്നാണ് ഇസ്തിഗ്ഫാർ. അത് പ്രതീക്ഷിച്ചിട്ടോ തേടിയിട്ടോ അല്ലെങ്കിലും അള്ളാഹു പുറത്തു തരണം എന്ന ഒരൊറ്റ മനസ്സോടെ മാത്രം ഇസ്തിഗ്ഫാർ നടത്തിയാലും അങ്ങനെയാണ് നടത്തേണ്ടത്. പക്ഷേ അതിന്റെ കൂടെ ഈ പറയപ്പെട്ട നേട്ടങ്ങളെല്ലാം ലഭിക്കുമെന്ന് അള്ളാഹു നൽകുന്ന ഓഫറാണ്. അത് നടന്നിരിക്കും, സംഭവിച്ചിരിക്കും. അതിനാൽ അള്ളാഹുവോട് ധാരാളം ഇസ്തിഗ്ഫാർ നടത്തി ഇഹപര വിജയത്തിനും നേട്ടങ്ങൾക്കും ഉടമയായി മാറുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.